ശബ്ദം അത് കേൾക്കുമ്പോൾ ചിലർക്ക് സ്വന്തം അമ്മയെ ഓർമ്മ വരും, ചിലർക്ക് ആദ്യ പ്രണയം, മറ്റു ചിലർക്ക് ബാല്യം. ചിലപ്പോൾ സന്തോഷത്തിൽ ചിരിപ്പിക്കുകയും ചിലപ്പോൾ കണ്ണീരിൽ ആഴ്ത്തുകയും ചെയ്യുന്ന ആ ശബ്ദം ഇനി ഒരിക്കലും പുതിയൊരു ഗാനവുമായി നമ്മളിലേക്ക് തിരികെ വരികയില്ല. ദക്ഷിണേന്ത്യൻ സിനിമാ സംഗീതത്തിന്റെ വാനമ്പാടി തലമുറകളെ തന്റെ ഗാനങ്ങളിലൂടെ വിസ്മയിപ്പിച്ച എസ് ജാനകി നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. സംഗീതത്തോട് ജാനകിക്ക് ഉണ്ടായിരുന്ന ഇഷ്ടം ആരും പഠിപ്പിച്ചതല്ല. വീട്ടിൽ മുഴങ്ങിക്കൊണ്ടിരുന്ന ഭക്തിഗാനങ്ങളും ശാസ്ത്രീയ സംഗീതവും കേട്ടാണ് ആ കുഞ്ഞു സംഗീതത്തെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ചെറുപ്പം മുതൽ തന്നെ പാട്ടുപാടാനുള്ള അസാധാരണമായ കഴിവ് കുടുംബാംഗങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു. മറ്റു കുട്ടികൾ കളിച്ചു നടന്ന പ്രായത്തിൽ ജാനകി പാടുകയായിരുന്നു. ഗ്രാമത്തിലെ ചെറിയ പരിപാടികളിൽ തുടങ്ങി നാട്ടിലെ ആഘോഷങ്ങളിലേക്കും പിന്നീട് സംഗീത മത്സരങ്ങളിലേക്കും ആ ശബ്ദം എത്തി. ഓരോ വേദിയും അവളുടെ ആത്മവിശ്വാസം കൂട്ടി. അവളുടെ ശബ്ദത്തിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. മാധുര്യം മാത്രമല്ല, കഥാപാത്രത്തിന്റെ വികാരം അതേപടി പാട്ടിലൂടെ എത്തിക്കാൻ കഴിയുന്ന അപൂർവ കഴിവ്. പിന്നീട് ഇത് തന്നെയാണ് ഇന്ത്യയിലെ സംഗീത സംവിധായകരെ വിസ്മയിപ്പിച്ചത്. എന്നാൽ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിക്ക് സിനിമാ ലോകം എന്നത് അന്നത്തെ കാലത്ത് അത്ര എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന സ്വപ്നമായിരുന്നില്ല. എന്നിട്ടും വിധി അവൾക്കായി മറ്റൊരു വഴി ഒരുക്കുകയായിരുന്നു: ചെന്നൈ. അന്നത്തെ ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളിൽ ഒന്ന്. ഒരുപാട് കലാകാരന്മാരുടെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞതും അതിലേറെ സ്വപ്നങ്ങൾ തകർന്നതുമായ നഗരം. ആ നഗരത്തിലേക്കാണ് വലിയ പ്രതീക്ഷകളുമായി എസ് ജാനകിയും എത്തുന്നത്. അന്ന് അവരുടെ കൈവശം ഉണ്ടായിരുന്ന വലിയ ബന്ധങ്ങളോ സിനിമാ പശ്ചാത്തലമോ ആയിരുന്നില്ല. ഉണ്ടായിരുന്ന ദൈവം നൽകിയ അതുല്യമായ ഒരു ശബ്ദം മാത്രം. ചെന്നൈയിലെത്തിയ ശേഷം ജാനകിക്ക് ലഭിച്ച ഏറ്റവും വലിയ അവസരം പ്രശസ്തമായ AVM സ്റ്റുഡിയോയിലായിരുന്നു. അന്ന് AVM ദക്ഷിണേന്ത്യൻ സിനിമകളുടെ ഏറ്റവും വലിയ നിർമ്മാണ സ്ഥാപനങ്ങളിൽ ഒന്നായിരുന്നു. അവിടെ നടന്ന ഒരു ഓഡീഷനിൽ ജാനകിയുടെ ശബ്ദം കേട്ട സംഗീത ലോകം ശരിക്കും അത്ഭുതപ്പെട്ടു. അവളുടെ ശബ്ദത്തിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് സംഗീത സംവിധായകർ തിരിച്ചറിഞ്ഞു. മറ്റാരെയും അനുകരിക്കാത്ത സ്വന്തം വ്യക്തിമുദ്രയുള്ള ശബ്ദം. അതോടെയാണ് AVM സ്റ്റുഡിയോ അവരെ ഗായികയായി കരാറിലെടുക്കുന്നത്. അന്നത്തെ കാലത്ത് ഒരു പുതുമുഖ ഗായിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങളിൽ ഒന്നായിരുന്നു അത്. ആ അവസരം അധികം വൈകാതെ സിനിമാ ഗാനത്തിലേക്കും വഴി തുറന്നു. 1957 പുറത്തിറങ്ങിയ തമിഴ് ചിത്രം വിധിയിൻ വിളയാട്ട് എന്ന സിനിമയിലൂടെയാണ് എസ് ജാനകി ആദ്യമായി സിനിമയിൽ പിന്നണി ഗായികയെ അരങ്ങേറ്റം കുറിക്കുന്നത്. സംഗീത സംവിധായകൻ T ചലപതി റാവു ആയിരുന്നു അവസരം നൽകിയത്. ആ ആദ്യ ഗാനം തന്നെ സംഗീത ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. പക്ഷെ ആരും അന്ന് ചിന്തിച്ചിരുന്നില്ല ഈ പുതുമുഖ ഗായിക പിന്നീട് ദക്ഷിണേന്ത്യൻ സിനിമാ സംഗീതത്തെ 6 പതിറ്റാണ്ടിലേറെ കാലം ഭരിക്കുമെന്ന്. തമിഴിന് പിന്നാലെ തെലുങ്കിൽ അവസരങ്ങൾ വന്നു. പിന്നീട് കന്നഡയും മലയാളവും. ഓരോ ഭാഷയും പഠിച്ച ആ ഭാഷയുടെ ഉച്ചാരണവും ഭാവവും കൃത്യമായി മനസ്സിലാക്കിയാണ് ജാനകി പാടിയത്. അതുകൊണ്ട് തന്നെ അവർ ആലപിച്ച പാട്ടുകൾ കേൾക്കുമ്പോൾ അതൊരു മറ്റൊരു ഭാഷക്കാരി പാടിയതാണെന്ന് ആർക്കും തോന്നാറില്ലായിരുന്നു. ഇന്ത്യയിലെ 17ലധികം ഭാഷകളിലായി അവർ ഗാനങ്ങൾ ആലപിച്ചു. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി, ഒഡിയ, തുളു, കൊങ്ങണി, സിംഗള, ബംഗാളി, സംസ്കൃതം തുടങ്ങിയ നിരവധി ഭാഷകളിൽ അവരുടെ ശബ്ദം മുഴങ്ങി. ആകെ പാടിയ ഗാനങ്ങളുടെ കൃത്യമായ എണ്ണം ഇന്നും ആരും ഉറപ്പിച്ചു പറയുന്നില്ല. വിവിധ കണക്കുകൾ പ്രകാരം അത് 20,000 മുതൽ 30,000-ലധികം വരെയാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഓരോ ഗാനത്തിലും കഥാപാത്രത്തിന്റെ പ്രായവും മനോഭാവവും വരെ ശബ്ദത്തിലൂടെ അവതരിപ്പിക്കാനുള്ള അപൂർവ കഴിവായിരുന്നു ജാനകിയുടെ ഏറ്റവും വലിയ ശക്തി. ഒരു കൊച്ചുകുട്ടിയുടെ ശബ്ദവും അവർക്ക് പാടാനാകും. അതേപോലെ ഒരു പ്രായമായ സ്ത്രീയുടെ വികാരവും അതേ ശബ്ദത്തിലൂടെ അവതരിപ്പിക്കാനാകും. അതുകൊണ്ടാണ് അവർക്ക് വികാരങ്ങളുടെ ഗായിക എന്ന വിശേഷണം ലഭിച്ചത്. ഇതിനിടെ കേരളത്തിൽ നിന്നുള്ള സംഗീത സംവിധായകരും ആ അപൂർവ ശബ്ദത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അധികം വൈകാതെ മലയാള സിനിമയും എസ് ജാനകിയെ സ്വന്തം ഗായികയായി ഏറ്റെടുത്തു. മലയാളത്തിൽ എസ് ജാനകി ആദ്യമായി പാടിയത് 1955 പുറത്തിറങ്ങിയ മിന്നുന്ന താരം എന്ന ചിത്രത്തിൽ V ദക്ഷിണാമൂർത്തിയുടെ സംഗീത സംവിധാനത്തിലാണ്. പിന്നീട് അങ്ങോട്ട് അവർ മലയാള സിനിമയിലെ നിറസാന്നിധ്യമായി മാറുകയായിരുന്നു. K രാഘവൻ മാസ്റ്ററും ദേവരാജൻ മാഷും ദക്ഷിണാമൂർത്തി സ്വാമിയും എല്ലാം തിരഞ്ഞെടുത്ത പ്രധാന ഗായിക എന്ന് ജാനകിയായിരുന്നു. മലയാളത്തിൽ എസ് ജാനകി ഒരു വികാരത്തിന്റെ പേരായിരുന്നെങ്കിൽ തമിഴിലും തെലുങ്കിലും കന്നഡയിലും അവർ ഒരു യുഗത്തിന്റെ പേരായിരുന്നു. 1960കളിൽ തന്നെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ പിന്നണി ഗായകരിൽ ഒരാളായി ജാനകി മാറിയിരുന്നു. ഒരു ദിവസം തന്നെ പല സ്റ്റുഡിയോകളിലായി നിരവധി ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തിരുന്ന ദിവസങ്ങളും ഉണ്ടായിരുന്നു. രാവിലെ ചെന്നൈയിൽ ഒരു തമിഴ് ഗാനം, ഉച്ചയ്ക്ക് തെലുങ്ക് ഗാനം, വൈകുന്നേരം ഒരു കന്നഡ ഗാനം. ഇതായിരുന്നു പലപ്പോഴും അവരുടെ ജീവിതം. MS വിശ്വനാഥൻ, KV മഹാദേവൻ, T ചലപതി റാവു, രാജൻ നാഗേന്ദ്ര ചക്രവർത്തി, ഹംസലേഖ തുടങ്ങിയ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സംഗീത സംവിധായകരുടെ സ്ഥിരം തെരഞ്ഞെടുപ്പ് എസ് ജാനകി മാറി. എന്നാൽ അവരുടെ സംഗീത ജീവിതത്തെ മറ്റൊരു ഉയരത്തിലെത്തിച്ച പേര് ഒരാളുടേതാണ്: ഇളയരാജ. 1970കളുടെ അവസാനത്തിൽ ഇളയരാജയുടെ വരവോടെ ദക്ഷിണേന്ത്യൻ സിനിമാ സംഗീതത്തിന് പുതിയൊരു മുഖം ലഭിച്ചു. ആ പുതിയ സംഗീത ലോകത്തിലെ ഏറ്റവും വിശ്വസ്തമായ ശബ്ദങ്ങളിൽ ഒന്നായി മാറിയത് എസ് ജാനകിയായിരുന്നു. ഇളയരാജയും എസ് ജാനകിയും ചേർന്നപ്പോൾ ജനിച്ചത് എണ്ണമറ്റ എവർഗ്രീൻ ഗാനങ്ങളാണ്. പ്രണയവും വിരഹവും സന്തോഷവും വേദനയും ഭക്തിയും ഗ്രാമീണതയും നഗരജീവിതവും ഏത് വികാരവും അവർ അതിശയകരമായ അനായാസതയോടെ ആലപിച്ചു. ഇളയരാജ പല അഭിമുഖങ്ങളിലും എസ് ജാനകിയുടെ ശബ്ദത്തെ പ്രശംസിച്ചിട്ടുണ്ട്. ഒരു പാട്ടിലെ ഏറ്റവും ചെറിയ വികാര വ്യത്യാസം പോലും മനസ്സിലാക്കി ശബ്ദത്തിലൂടെ അവതരിപ്പിക്കാൻ ജാനകിക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ SP ബാലസുബ്രഹ്മണ്യവുമായി ചേർന്നുള്ള അവരുടെ യുഗ്മഗാനങ്ങൾ ദക്ഷിണേന്ത്യ സംഗീത ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ കൂട്ടുകെട്ടിൽ ഒന്നാണ്. ഇവർ ഒരുമിച്ച് ആയിരക്കണക്കിന് ഗാനങ്ങൾ ആലപിച്ചതായി വിവിധ കണക്കുകൾ സൂചിപ്പിക്കുന്നു. P സുശീലയുമായും എസ് ജാനകിക്ക് അതീവ സൗഹൃദ ബന്ധമുണ്ടായിരുന്നു. പലരും ഇവരെ എതിരാളികളായി ചിത്രീകരിച്ചെങ്കിലും യഥാർത്ഥത്തിൽ ഇരുവരും പരസ്പരം വലിയ ബഹുമാനമായിരുന്നു പുലർത്തിയത്. സംഗീത രംഗത്ത് ആരോഗ്യകരമായ മത്സരമുണ്ടായിരുന്നുവെങ്കിലും വ്യക്തി ജീവിതത്തിൽ അവർ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. എസ് ജാനകിയുടെ മറ്റൊരു പ്രത്യേകത ഓരോ നായികയ്ക്കും അനുയോജ്യമായി ശബ്ദം മാറ്റാൻ കഴിഞ്ഞുവെന്നാണ്. തിരശീലയിൽ അഭിനയിക്കുന്ന നടിയുടെ പ്രായവും സ്വഭാവവും വികാരവും കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് ശബ്ദം ക്രമീകരിക്കുമായിരുന്നു. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് പാട്ട് കേൾക്കുമ്പോൾ അത് ഗായികയുടെ ശബ്ദം എന്നതിൽ ഒരു കഥാപാത്രത്തിന്റെ സ്വന്തം ശബ്ദമായി തോന്നുമായിരുന്നു. അനുകരണശേഷിയിലും അവർ അസാധാരണയായിരുന്നു. കുട്ടികളുടെ ശബ്ദം, പ്രായമായ സ്ത്രീയുടെ ശബ്ദം, ഗ്രാമീണ സ്ത്രീയുടെ സംസാര ശൈലി, ചിരി, തേങ്ങൽ ഇതെല്ലാം ഗാനങ്ങളിൽ സ്വാഭാവികമായി ഉൾപ്പെടുത്താൻ ജാനകിക്ക് കഴിഞ്ഞിരുന്നു. ഈ കഴിവാണ് മറ്റെല്ലാ ഗായികമാരിൽ നിന്നും അവരെ വ്യത്യസ്തയാക്കിയത്. അതിനാലാണ് സംഗീത നിരൂപകർ എസ് ജാനകിയെ പലപ്പോഴും ഗാനം അഭിനയിച്ച ഗായിക എന്ന് വിശേഷിപ്പിച്ചത്. അവർ പാട്ട് പാടുക മാത്രമായിരുന്നില്ല, ഓരോ ഗാനവും അഭിനയിച്ച് ജീവിക്കുകയായിരുന്നു. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതത്തിൽ ആയിരക്കണക്കിന് ഗാനങ്ങൾ ആലപിച്ച ജാനകിക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചലച്ചിത്ര ബഹുമതിയായ ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച പിന്നണി ഗായിക്കുള്ളത് 4 തവണ ലഭിച്ചു. ആദ്യ ദേശീയ പുരസ്കാരം 1976 പുറത്തിറങ്ങിയ തമിഴ് ചിത്രം ഭാരതി രാജയുടെ 16 വയതിനില്ലേ എന്ന ചിത്രത്തിലെ സെന്തൂര പൂവേ എന്ന ഗാനത്തിനായിരുന്നു. രണ്ടാമത്തെ പുരസ്കാരം ഓപ്പോൾ എന്ന ചിത്രത്തിലെ ഏറ്റുമാനൂർ അമ്പലനടയിൽ എന്ന ഗാനത്തിനായിരുന്നു. മൂന്നാമത്തെ പുരസ്കാരം സിതാര എന്ന തെലുങ്ക് ചിത്രത്തിലെ വെന്നല്ലോ ഗോദാരി അന്തം എന്ന പാട്ടിനായിരുന്നു. നാലാമത്തെ പുരസ്കാരം തേവർ മകൻ എന്ന തമിഴ് ചിത്രത്തിലെ ഇഞ്ചീട് പഴകി എന്ന ഗാനത്തിനായിരുന്നു. ദേശീയ പുരസ്കാരങ്ങൾ മാത്രമല്ല, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക എന്നീ സംസ്ഥാന സർക്കാരുകളുടെ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരങ്ങൾ അവർ നിരവധി തവണ സ്വന്തമാക്കി. വിവിധ ഭാഷകളിലായി ലഭിച്ച സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ എണ്ണം 30-ലധികമാണ്. അനേകം സർവകലാശാലകൾ അവരെ ആദരിക്കുകയും നിരവധി ആജീവനാന്ത സംഭാവന പുരസ്കാരങ്ങൾ നൽകുകയും ചെയ്തു. സംഗീത രംഗത്തെ സംഭാവനകൾക്ക് ഇന്ത്യയിലും വിദേശത്തുമായി എണ്ണമറ്റ ബഹുമതികളാണ് എസ് ജാനകിയെ തേടിയെത്തിയത്. എന്നാൽ 2013 രാജ്യം ഒരു വാർത്ത കേട്ട് അമ്പരന്നു. ഇന്ത്യയുടെ 3ാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ എസ് ജാനകിക്ക് പ്രഖ്യാപിച്ചു. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവർ ആ ബഹുമതി സ്വീകരിക്കാൻ വിസമ്മതിച്ചു. എന്തുകൊണ്ടായിരുന്നു അത്? താൻ ആ ബഹുമതിയെ അവഹേളിക്കുന്നില്ലെന്നും, എന്നാൽ തന്റെ സംഗീത ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇത്രയും പതിറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷമാണ് ഈ അംഗീകാരം ലഭിക്കുന്നതെന്നും അതിനാൽ അത് സ്വീകരിക്കേണ്ടതില്ലെന്നാണ് താൻ തീരുമാനിച്ചതെന്നും അവർ വ്യക്തമാക്കി. ദക്ഷിണേന്ത്യൻ കലാകാരന്മാർക്ക് പലപ്പോഴും ദേശീയ തലത്തിൽ അർഹിക്കുന്ന അംഗീകാരം വൈകിയാണ് ലഭിക്കുന്നതെന്ന അഭിപ്രായം അവർ തുറന്നു പറഞ്ഞു. ഈ പ്രസ്താവന രാജ്യമൊട്ടാകെ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചു. ചിലർ അവരുടെ തീരുമാനത്തെ ശക്തമായി പിന്തുണച്ചു. ഒരു കലാകാരിക്ക് അർഹിച്ച അംഗീകാരം വളരെ വൈകിയാണ് ലഭിച്ചതെന്നായിരുന്നു അവരുടെ വാദം. മറ്റു ചിലർ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതികളിലൊന്നും നിരസിച്ചത് ശരിയായില്ലെന്നും അഭിപ്രായപ്പെട്ടു. എന്നാൽ വിവാദങ്ങൾക്കൊന്നും എസ് ജാനകിയുടെ വ്യക്തിത്വത്തെ മാറ്റാനായില്ല. അവർ എന്നും ലളിതമായി ജീവിതം നയിച്ച ഒരു കലാകാരിയായിരുന്നു. ആയിരക്കണക്കിന് ഗാനങ്ങൾ, ലക്ഷക്കണക്കിന് ആരാധകർ, എണ്ണമറ്റ പുരസ്കാരങ്ങൾ, ഇത്രയൊക്കെ നേടിയിട്ടും എസ് ജാനകിയുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ടായിരുന്നു, അവരുടെ ലാളിത്യം. 2016 എസ് ജാനകി തന്റെ ആരാധകരെ ഞെട്ടിച്ച ഒരു പ്രഖ്യാപനം നടത്തി. ഇനി സ്ഥിരമായി സ്റ്റേജ് പരിപാടികളിൽ പങ്കെടുക്കില്ലെന്ന് അവർ അറിയിച്ചു. പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും കണക്കിലെടുത്താണ് ആ തീരുമാനമെന്നും അവർ വ്യക്തമാക്കി. എന്നിരുന്നാലും പ്രത്യേക സാഹചര്യങ്ങളിൽ അപൂർവമായി ചില വേദികളിൽ അവർ പ്രത്യക്ഷപ്പെട്ടിരുന്നു. സിനിമാ ഗാനങ്ങൾ ഇന്ന് പതിയെ മാറി നിന്നെങ്കിലും അവരുടെ ശബ്ദം ഒരിക്കലും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞില്ല. റേഡിയോയിൽ, ടെലിവിഷനിൽ, സംഗീത പരിപാടികളിൽ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ഓരോ ദിവസവും എസ് ജാനകിയുടെ ഗാനങ്ങൾ പുതിയ തലമുറയിലേക്കും എത്തിക്കൊണ്ടിരുന്നു. ഡോക്ടർ KJ യേശുദാസ് പല അവസരങ്ങളിലും എസ് ജാനകിയെ കുറിച്ച് വലിയ ആദരവോടെയാണ് സംസാരിച്ചിട്ടുള്ളത്. ഒരു പാട്ടിന്റെ വികാരം അതിന്റെ പരമാവധി ഉയരത്തിലെത്തിക്കാൻ കഴിയുന്ന അപൂർവ ഗായികയായിട്ടാണ് ജാനകി അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇരുവരും ചേർന്ന് ആലപിച്ച ഗാനങ്ങൾ ഇന്നും ഇന്ത്യൻ സിനിമാ സംഗീതത്തിന്റെ അമൂല്യ സമ്പത്തായാണ് കണക്കാക്കപ്പെടുന്നത്. P. ജയചന്ദ്രനും പല അഭിമുഖങ്ങളിലും എസ് ജാനകിയുടെ ശബ്ദത്തിലെ മാധുര്യത്തെയും വികാര സമ്പന്നതയും പ്രശംസിച്ചിട്ടുണ്ട്. ഒരു ഗായിക എന്നതിലുപരി സംഗീതത്തിനു വേണ്ടി ജീവിച്ച വ്യക്തിയായിരുന്നു അവർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. KS ചിത്ര പലതവണ പറഞ്ഞിട്ടുണ്ട് എസ് ജാനകി തന്റെ ഏറ്റവും വലിയ പ്രചോദനങ്ങളിൽ ഒരാളാണെന്ന്. ഒരു പാട്ടിലെ ഓരോ വാക്കിനും ജീവൻ നൽകുന്ന ജാനകിയുടെ കഴിവ് തന്നെയാണ് പുതിയ തലമുറയിലെ ഗായികമാർക്ക് ഒരു പാഠമായതെന്നും ചിത്ര പറഞ്ഞിട്ടുണ്ട്. SP ബാലസുബ്രഹ്മണ്യം ജീവിച്ചിരുന്ന കാലത്തും ജാനകിയെ കുറിച്ച് അതിയായ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമാണ് സംസാരിച്ചിരുന്നത്. ഇരുവരും ചേർന്ന് ദക്ഷിണേന്ത്യൻ സംഗീതത്തിന് സമ്മാനിച്ച യുഗ്മഗാനങ്ങൾ ഇന്നും കോടിക്കണക്കിന് ആളുകളുടെ പ്ലേ ലിസ്റ്റുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. എസ് ജാനകിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? അവർ ഒരിക്കലും സ്വന്തം ശബ്ദം പ്രദർശിപ്പിക്കാൻ പാടിയിരുന്നില്ല. പകരം പാട്ടിലെ കഥാപാത്രം എന്തനുഭവിക്കുകയാണോ അതാണ് അവർ ശബ്ദത്തിലൂടെ ജീവിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു അമ്മയുടെ വേദനയും, ഒരു കാമുകിയുടെ നാണവും, ഒരു കുഞ്ഞിന്റെ കുസൃതിയും, ഒരു ഭക്തയുടെ സമർപ്പണവും എല്ലാം അവരുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് തലമുറകൾ മാറിയിട്ടും എസ് ജാനകിയുടെ ഗാനങ്ങൾക്ക് ഇന്നും പഴക്കമില്ലാത്തത്. 2026 ജൂലൈ 11 88-ാം വയസ്സിൽ എസ് ജാനകി ലോകത്തോട് വിട പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ അവർ പോയോ? ഒരു കലാകാരൻ മരിക്കുന്നത് അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ മറക്കപ്പെടുമ്പോഴാണ്. എസ് ജാനകിയുടെ കാര്യത്തിൽ അത് ഒരിക്കലും സംഭവിക്കില്ല. കാരണം മലയാളികളുടെ പ്രണയത്തിലും സന്തോഷത്തിലും കണ്ണീരിലും ഓർമ്മകളിലും അവരുടെ ശബ്ദം എന്നും ജീവിച്ചിരിക്കും. ഓരോ തവണയും റേഡിയോയിൽ അവരുടെ ഒരു ഗാനം മുഴങ്ങുമ്പോൾ, ഓരോ തവണയും ഒരു സംഗീത വേദിയിൽ അവരുടെ യുഗ്മഗാനം വീണ്ടും പാടപ്പെടുമ്പോൾ, ഓരോ തവണയും ഒരു കുഞ്ഞ് അവരുടെ പാട്ട് മൂളുമ്പോൾ എസ് ജാനകി വീണ്ടും വീണ്ടും ജനിക്കും. അതുകൊണ്ട് ഇന്ന് നാം യാത്രയാക്കുന്ന ഒരു ഗായികയെ മാത്രമല്ല, ഒരു യുഗത്തെ, ഒരു വികാരത്തെ, ഒരു ചരിത്രത്തെ, ഇന്ത്യൻ സിനിമാ സംഗീതത്തിന്റെ വാനമ്പാടിക്ക് ആദരാഞ്ജലികൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിഹാസ താരങ്ങളെ കുറിച്ചുള്ള ഡോക്യുമെന്ററികൾ തുടർന്ന് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.